എൻ്റെ അമ്മയുടെ കയ്യിലിരിക്കുന്ന ജപമാല എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അമ്മ ചൊല്ലുന്ന ഓരോ ജപമാലകളാണ് ഞാൻ ഏറ്റവും വലിയ സമ്പത്തായിട്ട് കരുതുന്നത്. അമ്മ ചൊല്ലിയ ജപമാല കൊണ്ടാണ് ഞാൻ ഇന്ന് എൻ്റെ അൽത്താരം നിൽക്കുന്നത്. ഇത് കേരളക്കരയാകെ നിറകണ്ണുകളോടെ ഹൃദയത്തിലേറ്റെടുത്ത ഒരു നന്ദി പ്രസംഗം. മാതാപിതാക്കളുടെ ദൈവവിശ്വാസത്തിലും മരിയഭക്തിയിലും നിന്നുളവായ ഒരു വൈദികന്റെ തിരുപ്പട്ട സ്വീകരണ വേളയിലെ ഹൃദയത്തിൽ തൊടുന്ന നന്ദി വാക്കുകൾ. പ്രകൃതി വിസ്മയം തീർക്കുന്ന ഇടുക്കി ജില്ലയിലെ ഉപ്പുതറ എന്ന ഗ്രാമത്തിലെ ദൈവം കൈപിടിച്ചു നടത്തുന്ന ആ വൈദികനെയും കുടുംബത്തെയും നമുക്ക് പരിചയപ്പെടാം. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ആയിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ സെൻറ് മേരീസ് ഫൊറോന ദേവാലയത്തിലാണ്. ഉപ്പുതറയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് എൻ്റെ മാതൃദേവാലയം കൂടിയാണ്. എൻ്റെ പേര് ഫാദർ എഫ്രൈം കുന്നപ്പള്ളി. ഞാൻ മിഷണറീസ് ഓഫ് പീസ് എന്ന സന്യാസ സമൂഹത്തിലെ അംഗമാണ്. സഭയുടെ തന്നെ ഡോമോസ് പാച്ചിസ് എന്ന അങ്കമാലിയുള്ള ആശ്രമത്തിലെ അസിസ്റ്റൻ്റായും സഭയുടെ ജനറൽ അച്ഛൻ്റെ സെക്രട്ടറി ആയിട്ടും ഇപ്പോൾ ഞാൻ സേവനമനുഷ്ഠിക്കുന്നു. 2023 ജൂലൈ 4 അഭിവന്ദ്യ ജോർജ് പള്ളിപ്പറമ്പിൽ പിതാവിൻ്റെ മിയാവ രൂപതാധ്യക്ഷൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി പൗരോഹിത്യത്തിലേക്ക് ഞാൻ നയിക്കപ്പെട്ടു. എൻ്റെ പൗരോഹിത്യം പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ സഹായത്തിന് അനുഭവ സാക്ഷ്യമാണ്. ആ അനുഭവ സാക്ഷ്യം എൻ്റെയും എൻ്റെ കുടുംബത്തിനും ലഭിച്ച ആ അമൂല്യനിധിക്ക് നന്ദി സൂചകമായി ഞാൻ പറഞ്ഞ പ്രസംഗം ധാരാളം വരെ ഹൃദയത്തിൽ സ്പർശിച്ചു എന്നത് കേട്ടതിൽ സന്തോഷമുണ്ട്. ആ പറഞ്ഞ പ്രസംഗം ഈ ദേവാലയത്തിൽ വെച്ചാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തേണ്ടത് 3 വ്യക്തിത്വങ്ങളുണ്ട്. എൻ്റെ പപ്പ, അമ്മ, ചേച്ചി. ചെറുപ്പത്തിൽ എൻ്റെ അമ്മ പറയാറുണ്ട്, അൽത്താരയുടെ മുമ്പിൽ എൻ്റെ ചേച്ചി പോയി, 5 വയസ്സുള്ളൂ, ചേച്ചി പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു കൊച്ചിന്, ഒരു അനിയനെ എനിക്ക് തരണേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഇനി ഞാനുണ്ടായെന്ന് എൻ്റെ അമ്മ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ചേച്ചിയുടെയൊക്കെ എൻ്റെ കൂടപ്പുറപ്പായിട്ട് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു ചേച്ചി എന്നെ എപ്പോഴും എല്ലാ കാര്യങ്ങളും, ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ചേച്ചിയെ വിളിക്കാനും ചേച്ചി ആ വിഷമം നികത്താനും എൻ്റെ എപ്പോഴും കൂടെ വിളിക്കുകയും കൂടെ ഉണ്ടാവുകയും ചെയ്യും. ചേച്ചിക്ക് പ്രത്യേകം വിധം നന്ദി പറയും. ചേച്ചിക്ക് ദൈവം കൊടുത്തൊരു സമ്പത്താണ് ഒരു നല്ല കിട്ടിയവൻ. എൻ്റെ അമ്മയെപ്പറ്റി ഞാൻ പറഞ്ഞു, കിഡ്നി 2 തകരാറായി ഡയാലിസിസ് ചെയ്യുന്ന ഒരു അമ്മയാണ് എൻ്റെ അമ്മ. പ്രിയമുള്ളവരെ, എൻ്റെ അമ്മ ഒരിക്കലും പറയുന്ന കേൾക്കാൻ ഇടയായിട്ടുണ്ട്, എൻ്റെ ഈ അസുഖം കൊണ്ടല്ലേ മോനെ നമുക്ക് ഈ സമ്പത്തിലൊക്കെ കുറവ് വന്നേക്കുന്നത്, നിന്റെ മോൻ്റെ പട്ടം നൽകാൻ പോലുള്ള പൈസ കാണില്ലല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മയോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, എൻ്റെ അമ്മയുടെ കയ്യിലിരിക്കുന്ന ജപമാല എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അമ്മ ചൊല്ലുന്ന ഓരോ ജപമാലകളാണ് ഞാൻ ഏറ്റവും വലിയ സമ്പത്തായിട്ട് കരുതുന്നത്. അമ്മ ചൊല്ലിയ ജപമാല കൊണ്ടാണ് ഞാൻ ഇന്ന് എൻ്റെ അൽത്താരം നിൽക്കുന്നത്. അമ്മയെ കാണാൻ ഡയാലിസിസ് റൂമിൽ കയറാറുണ്ട്. നേഴ്സുമാർ പറയും, എൻ്റെ അമ്മയുടെ കയ്യിൽ ജപമാല ഇല്ലാത്ത സമയം കാണാറില്ലെന്ന്. എൻ്റെ അമ്മ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ജപമാലയാണ്. പരിശുദ്ധ അമ്മയുടെ ഞാൻ എൻ്റെ അമ്മയെ കാണുന്നുണ്ട്. അമ്മ പ്രാർത്ഥിക്കുന്ന ഓരോ ജപമാല മണികളും, അതാണ് ഇന്ന് എൻ്റെ അൽത്താരയിൽ ഞാൻ നിൽക്കുന്നത്. ഏറ്റവും വലിയ സമ്പത്ത് എൻ്റെ അമ്മയുടെ അസുഖത്തെക്കാളും ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് കരുതുന്നത് എൻ്റെ അമ്മ ചൊല്ലിയ ജപമാല പ്രാർത്ഥനകളാണ്. ഞാൻ ഒത്തിരി വിശുദ്ധപ്പറ്റി വായിക്കാറുണ്ട്. അവർ പറയുന്നത് ഏറ്റവും കൂടുതൽ ജപമാല ചൊല്ലുന്നവരെ പറ്റി ലൂയിസ് മോൺഫോർട്ട് പറയാറുണ്ട്, എൻ്റെ അമ്മ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ഈ ജപമാല ചൊല്ലുന്നത് തന്നെയാണ്. അമ്മ ചൊല്ലിയ ജപമാല കൊണ്ടാണ് ഇന്ന് ഈ പട്ടം ഇവിടെ നടക്കുന്നത്. അമ്മയ്ക്ക് ദൈവം, അമ്മ സ്വർഗത്തിൽ തന്നെ. എൻ്റെ അമ്മയപ്പനെയും പറ്റി എനിക്ക് പറയാൻ ഒത്തിരി വാക്കുകളുണ്ട്. എങ്കിലും പ്രിയമുള്ളവരെ, ഞാൻ കൊച്ചുരച്ചയുടെ അമ്മയപ്പനെ പറ്റി ഒത്തിരി വായിച്ചു എഴുതിയിട്ടുണ്ട് ഒരു പുസ്തകം. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ അവരുടെ ആ ജീവിതത്തിലുള്ള ആ മൂല്യങ്ങൾ എൻ്റെ അപ്പനും അമ്മയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ അൽത്താരം നിൽക്കണമെങ്കിൽ എൻ്റെ അപ്പനും അമ്മയും ചെയ്ത ഒരു കാര്യമുണ്ട്. അതിതാണ്, എൻ്റെ അപ്പനും അമ്മയും
എല്ലാ ആഴ്ചയും ഒരു വിശുദ്ധൻ്റെ ജീവചരിത്രം മേടിച്ചു തരും എനിക്ക്. ആ വിശുദ്ധൻ്റെ ജീവചരിത്രം മേടിച്ച് അത് വായിച്ച് കാണാതെ എൻ്റെ അപ്പനെ അമ്മേനും പറഞ്ഞു കേട്ടാൽ കേൾപ്പിച്ചാൽ മാത്രമേ എൻ്റെ അപ്പനും അമ്മയും എനിക്ക് അന്ന് ചോറ് തരുള്ളായിരുന്നു. അത്രയും കഠിനമായ രീതിയിൽ ഒരു പോലീസുകാരൻ എന്ന നിലയിൽ എൻ്റെ അപ്പൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആഴ്ചയിൽ ഒരിക്കൽ കട്ടപ്പനയിൽ നിന്ന് വരുമ്പോൾ ദീപിക ബുക്ക് സ്റ്റോളിൽ നിന്ന് ഒരു വിശുദ്ധൻ്റെ ജീവചരിത്രം മേടിച്ചുകൊണ്ട് തരും. എന്നോട് പറയും, ഇത് വായിക്കണം മോനിത് വായിച്ച് പഠിച്ച് അതിൽ ആ വിശുദ്ധൻ എന്ത് പുണ്യം ചെയ്ത് ആ ആഴ്ച കാണിച്ചു കൊടുത്താലേ എൻ്റെ അപ്പൻ അന്ന് എനിക്ക് ഞായറാഴ്ച അത് ഞാൻ പ്രവർത്തിച്ച് കാണിച്ചു, ഒരു സൽപ്രവൃത്തി ചെയ്യുന്നതാണെങ്കിൽ ചെയ്ത് കാണിച്ചാൽ മാത്രമേ എൻ്റെ അപ്പന് ആ ഞായറാഴ്ച എനിക്ക് നല്ല വിശിഷ്ടമായ ഭക്ഷണമൊക്കെ മേടിച്ചു തരുമായിരുന്നു എൻ്റെ അപ്പൻ. അതുകൊണ്ടാണ് ഇന്ന് എൻ്റെ അൾത്താരയിൽ ഞാൻ നിൽക്കുന്നത്. എൻ്റെ അപ്പൻ ഒത്തിരി സഹിച്ചിട്ടുണ്ട് ഈ പട്ടകർമ്മം ഇത് നടത്തുന്നതിന് വേണ്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയെ നോക്കണം. അതോടൊപ്പം തന്നെ പപ്പായ്ക്കാണെങ്കിൽ ഇന്നലെയും നടുവ് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കും അവിടെ ആ വീട്ടിലെ എല്ലാ പരിസരവും എല്ലാം ക്ലീൻ ചെയ്യാനും പപ്പ ഒത്തിരി കഷ്ടപ്പെട്ടു. അപ്പം എത്ര നന്ദി പറഞ്ഞാലും മതിയാത്ത വ്യക്തിത്വങ്ങളായി ഇവർ രണ്ടുപേരും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോഴാ വൈദികനായെങ്കിൽ അവർക്ക് ആകപ്പെടെ ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ. ആ മോനെ അവർ ദൈവത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ വിശ്വാസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അബ്രാഹത്തിൻ്റെ അതേ വിശ്വാസമാണ് എൻ്റെ അപ്പനുള്ളത്. ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ പോയ ആ അബ്രാഹത്തിൻ്റെ വിശ്വാസമാണ് എൻ്റെ അപ്പനുള്ളത്. പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, സെമിനാരിയിൽ നിന്ന് വിട്ടുപോയി അമ്മയുടെയും വീട്ടിലെ ഈ അവസ്ഥ കണ്ടിട്ട് തിരിച്ചു പോകണമെന്ന് ഓർത്തിട്ടുണ്ട്. ആ സമയങ്ങളെല്ലാം വീട്ടിൽ മോനൊന്നും വിഷമിക്കേണ്ട, ഞാനുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുന്ന, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന എൻ്റെ അപ്പനുണ്ട്. വൈകി പോലും വയ്യാതെ കിടക്കുകയാണെങ്കിലും പനിയാണെങ്കിൽ പോലും അവിടുന്ന് എഴുന്നേറ്റ് വന്ന് എനിക്കൊരു കട്ടൻ കാപ്പി ഇട്ടിരുന്ന എൻ്റെ അപ്പനത്. വളരെ സ്നേഹത്തിൽ എന്നെ വളർത്തിയ എൻ്റെ അപ്പനും അമ്മയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. എങ്കിലും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവം നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ പ്രതിഫലം നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കൊച്ചുരേശിയുടെ മാതാപിതാക്കളെ പോലെ നിങ്ങളും ഒരിക്കൽ കണക്കാക്കപ്പെടുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് എൻ്റെ അപ്പനും അമ്മയ്ക്കും കൃതജ്ഞതയുടെ വാക്കുകൾ ഞാൻ അർപ്പിക്കുന്നു. ഞാൻ ഇന്നൊരു പുരോഹിതനായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതെങ്കിൽ അതിന് കാരണം എൻ്റെ അപ്പനും അമ്മയും മാതാവിൻ്റെ കരം പിടിച്ച് നടക്കാൻ എന്നെ പഠിപ്പിച്ചതുകൊണ്ടാണ്. ജപമാല ഭക്തിയിലൂടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ജീവിതയാത്രയിൽ മുന്നേറുവാനുള്ള ഒരു പ്രേരണ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് നൽകി. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പപ്പ ഒരു പോലീസുകാരനായിരുന്നു. എനിക്കും എൻ്റെ പപ്പായുടെ വഴി തിരഞ്ഞെടുക്കാമായിരുന്നു, അല്ലെങ്കിൽ വേറെ ഏത് വഴിയും തിരഞ്ഞെടുക്കാമായിരുന്നു. ആ വഴികളിൽ നിന്നെല്ലാം എന്നെ തിരിച്ചു കൊണ്ടുവന്ന് ജപമാല ഭക്തിയിലൂടെ ഈശോയുടെ പുരോഹിതനാകുവാനും ഈശോയുടെ ബലിവേദിയിൽ മറ്റുള്ളവർക്കൊരു യാഗമായി തീരുവാനും എന്നെ കരം പിടിച്ചു കൊണ്ടുവന്നത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ ജപമാല ഭക്തിയാണ്. അതിന് എന്നെ പ്രേരിതരാക്കിയ എൻ്റെ മാതാപിതാക്കളെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് എൻ്റെ കുടുംബം. എൻ്റെ കുടുംബത്തിലെ പപ്പ, മമ്മി, എനിക്കൊരു ചേച്ചിയുണ്ട്. പപ്പയുടെ പേര് ജോയ്സ് എബ്രഹാം എന്നാണ്. പപ്പ 33 വർഷം കേരള പോലീസ് സർവീസിലുണ്ടായിരുന്നു. SI ആയിട്ട് റിട്ടയർഡായി. എൻ്റെ മമ്മി ജെസ്സി ജോയ്സ് ഹൗസ് വൈഫായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് 2 കിഡ്നിയും തകരാറ്, ഇപ്പം ഡയാലിസിസ് പേഷ്യൻ്റാണ്. എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചി മഹീന്ദ്രയിൽ HR മാനേജറായിട്ട് ഹൊറൈസൺ മോട്ടോഴ്സിൽ വർക്ക് ചെയ്യുന്നു. ചേച്ചി കല്യാണം കഴിച്ച് വിട്ടേക്കുന്നത് കോട്ടപ്പടിയിലാണ്. ചേച്ചി അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരിയധികം വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ആ ദുഃഖങ്ങളെല്ലാം മാറാൻ പരിശുദ്ധ അമ്മയുടെ ആ ജപമാല ഭക്തിയാണ് ഞങ്ങളെ എപ്പോഴും സഹായിക്കുന്നത്. അമ്മയുടെ കൂടെ എപ്പോഴും ഈശോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളെ ആ ദുഃഖങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ അമ്മ സഹായിക്കുമായിരുന്നു. അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ തന്നെ ധാരാളം മരിയൻ അനുഭവങ്ങളാണുള്ളത്. എത്ര വർണ്ണിച്ചാലും മതിയാവത്തത്ര അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ലഭിച്ചിട്ടുള്ളത്. എത്രയും ദയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നിൻചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. വളരെ ചെറുപ്പം മുതലേ
എൻ്റെ പപ്പായും മമ്മിയും ജപമാല ഭക്തിയിൽ ഞങ്ങളെ വളർത്തിയത്. പ്രത്യേകിച്ച് എൻ്റെ വലിയപ്പച്ചനും വലിയമ്മച്ചയും പറയുന്ന ഒരു കാര്യം ഞാൻ കേൾക്കാനിടയായിട്ടുണ്ട്. ചെറുപ്പത്തിൽ എന്നെ ഉദരത്തിലായിരുന്ന സമയത്ത്, പ്രസവ സമയത്ത് എന്നെ എടുക്കാൻ ഭയങ്കര പാടായിരുന്നു. എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നെങ്കിൽ കുട്ടി അല്ലെങ്കിൽ അമ്മ. അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ കയ്യിൽ ജപമാല ഉണ്ടായിരുന്നു. അന്ന് അമ്മയുടെ ആ ശുശ്രൂഷ റൂമിലുണ്ടായിരുന്ന ഒരു സിസ്റ്റർ അമ്മയുടെ കയ്യിൽ മാതാവിൻ്റെ ഒരു പണം കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിൻ്റെ മകനെ കാത്തപോലെ എൻ്റെ മകനെയും കാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ അമ്മയെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അമ്മ ജപമാല മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ തുടർന്ന് പോകുന്ന കുറേ നിമിഷങ്ങളിൽ എന്നെ എടുത്തു. പ്രസവശേഷം എനിക്ക് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കേണ്ട ഇഞ്ചക്ഷൻ എനിക്ക് തന്നു. എൻ്റെ കാലിൻ്റെ കണ്ണ രണ്ടും ചുരുണ്ടുപോയതാണ്. അവിടെയും എന്നെ താങ്ങി നിർത്തി ഇന്ന് എൻ്റെ അൾത്താരയിലേക്ക് ചുവടുകൾ വെക്കാൻ എന്നെ സഹായിച്ചത് പരിശുദ്ധ അമ്മയുടെ ജപമാല ഭക്തി തന്നെയാണ്. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ആ മാതൃഭക്തിയാണ് എന്നെ ഇന്ന് അൾത്താരയിലേക്ക് നടക്കുവാൻ പോലും എൻ്റെ കാലുകൾക്ക് ബലം നൽകിയത്. അതെനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ പിന്നീട് തുടർന്നു പോകുന്ന ഓരോ നിമിഷങ്ങളിലും പപ്പായും അമ്മയും ജപമാല ഭക്തിയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയായിരുന്നു. ദിവസം തോറും 2 മണിക്കൂറും മാതാവിനോടൊപ്പം ഇരുന്ന് ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചു. കുടുംബ പ്രാർത്ഥനയിൽ മുഴുവൻ ജപമാലയും ചൊല്ലിയിട്ടായിരുന്നു ഞങ്ങളെ ഉറക്കിക്കൊണ്ട്. ഞങ്ങൾക്ക് ഭക്ഷണം പോലും തരാൻ ശഠ്യം പിടിക്കുമായിരുന്നു പപ്പായും അമ്മയും. കുടുംബ പ്രാർത്ഥന മുഴുവൻ മുഴുകിച്ച് കഴിഞ്ഞാൽ മാത്രമേ, ഇപ്പോൾ ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് ഹോംവർക്കൊക്കെ ഉണ്ടാവും. ഹോംവർക്കൊക്കെ ഉണ്ടെങ്കിലും പപ്പ പറയും പ്രാർത്ഥന കഴിഞ്ഞിട്ട് ജപമാല ചൊല്ലിക്കഴിഞ്ഞിട്ട് മതി എന്തും, അല്ലാതെ വേറെ ഒന്നും നമുക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടി പ്രാർത്ഥനയാണ്, ജപമാല പ്രാർത്ഥനയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും മാറുമെന്ന് പപ്പ അമ്മയും പറഞ്ഞു തരുമായിരുന്നു. അത് എനിക്ക് അനുഭവവേദ്യമായിട്ടുണ്ട്. പരീക്ഷകളിലൊക്കെ ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിൽ എനിക്ക് ഫുൾ A+ കിട്ടാൻ കാരണം എൻ്റെ ഈ അപ്പനും അമ്മയും ദൈവത്തിന് കൊടുക്കേണ്ട സമയം ദൈവത്തിന് കൊടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് എന്നെ പഠിക്കാനാണ് തുടങ്ങുന്നതിന് മുമ്പാണേലും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് വിശുദ്ധ ഔസേപ്പിതാവിനോട് ചേർന്ന് ഈശോയോട് ചേർന്ന് ദൈവപിതാവിനെ ആരാധിക്കാനെല്ലാം എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. പപ്പായെ പറ്റി പറയുകയാണെങ്കിൽ പപ്പ വളരെ ചെറുപ്പം മുതലേ ജപമാല ഭക്തിയിൽ വളർന്നു ഒരു ബാലനായിരുന്നെന്ന വലിയപ്പച്ചനും വലിയമ്മച്ചയൊക്കെ പറയുന്നത് കേൾക്കാൻ ഇടയായിട്ടുണ്ട്. ഇത് പോലീസുകാരനായിരുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ പോക്കറ്റുകളിൽ എപ്പോഴും ജപമാല ഉണ്ടായിരിക്കും. ഒരു ജപമാല, യൂണിഫോമത്തിൻ്റെ പോക്കറ്റിൽ പോലും ഒരു ജപമാല ഉണ്ടായിരുന്നു. അവിടെ വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പപ്പ വളരെയധികം അവർക്ക് ഉപദേശങ്ങൾ നൽകുന്നതോടൊപ്പം അവിടെ തീരുകയില്ല. പപ്പ വൈകിട്ട് വന്ന് കുടുംബ പ്രാർത്ഥനയിൽ ജപമാല ചൊല്ലി അവിടെ വരുന്ന ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥ യാചിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒത്തിരി അനുഭവങ്ങൾ കേൾക്കാനിടയായിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായം വഴി ഒത്തിരിയധികം പേർക്ക് പരിവർത്തനം ഉണ്ടാകാനും ഒത്തിരി കുടുംബങ്ങൾ, തകർന്ന കുടുംബങ്ങളെയൊക്കെ പപ്പായുടെ അടുത്ത് വന്ന് അത് തീർത്തും തരിപ്പണമായി ഡൈവോഴ്സ് നോട്ടീസ് വരെ അയച്ച ഒരു കുടുംബ പ്രശ്നം ഞാൻ കേൾക്കാനിടയായിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഫിലോസഫി പഠിച്ചിരുന്ന സമയത്ത് വീട്ടിൽ വന്നപ്പോൾ പപ്പായെ കാണാൻ വീട്ടിൽ ഒരാൾ വന്നിരുന്നു, ഒരു ഫാമിലി വന്നിരുന്നു. അപ്പോൾ അമ്മയോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ഭാഗ്യം ചെയ്ത ഒരു ഫാമിലിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ വന്ന് ഞങ്ങളോട് വചനം പറയുകയും അതോടൊപ്പം തന്നെ ജപമാല ഞങ്ങൾക്ക് നൽകുകയും ഞങ്ങളുടെ കുടുംബത്തെ ഇന്ന് ശാക്തീകരിക്കുവാനും നിങ്ങളുടെ പപ്പായ്ക്ക് സാധ്യമായെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അമ്മയെ നോക്കുമ്പോൾ ഈ അമ്മയും ഈ ജപമാല ഭക്തിയിൽ വളരാൻ എൻ്റെ പപ്പ തന്നെയാണ് കാരണക്കാരനായത്. ഈ ജപമാല കൂടെ ചൊല്ലുവാനും, അമ്മ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ജപമാല അമ്മ താഴെ വെച്ചിട്ടില്ല. അങ്ങനെയാണ് വലിയപ്പച്ചനും വലിയമ്മച്ചയും പറഞ്ഞത്. പപ്പ എന്ത് കാണിച്ചു കൊടുക്കുന്നു ആ മാതൃക, പപ്പയുടെ ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് അമ്മ ജപമാല താഴെ വെച്ചിട്ടില്ല. ജപമാല പ്രാർത്ഥനകളിൽ അമ്മയും ഞങ്ങളെ അടുപ്പിച്ചുകൊണ്ടിരുന്നു. അമ്മയുടെ കയ്യിൽ ഇപ്പോഴാണെങ്കിലും നോക്കുമ്പോൾ എപ്പോഴും ജപമാല കാണും. ജപമാല ചെറുപ്പം മുതലേ ഞങ്ങളെ പരിശീലിപ്പിക്കുകയും പ്രാർത്ഥനകൾ ഉച്ചരിക്കുവാനും ദൈവമാതാവിൻ്റെ വണക്കമാസം ആചരിക്കുവാനും ഞങ്ങളെ പ്രത്യേകം പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അമ്മയും ഞങ്ങൾക്കൊരു മാതൃകയാണ്. അമ്മ തരുന്ന ഒരു മാതൃക ഇതാണ്. പരിശുദ്ധ അമ്മ എപ്രകാരം ഈശോയെ ലോകത്തിൽ നൽകിയോ അതുപോലെ പരിശുദ്ധ അമ്മ വഴി ഈശോയെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുവാൻ എൻ്റെ അമ്മയ്ക്ക് സാധ്യമായെന്നതിൻ്റെ തെളിവാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. എന്നെ എൻ്റെ അമ്മ വല്ലാർപാടം പള്ളിയിൽ നേർച്ച നേർന്ന് ആണ് ഞാൻ ജനിച്ചത് എന്ന് തന്നെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വല്ലാർപാടത്ത് അമ്മയാണ് ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ വരുന്ന എൻ്റെ മാതാവ്. ഞാൻ തനിച്ച് അവിടെ പോയി നേർച്ച നേർന്നുള്ള
എന്നെ എപ്പോൾ തനിച്ച് പോകാൻ പറ്റുമോ അന്നേരം എന്നെ തനിച്ച് അവിടെ വിട്ടോളാം എന്നാണ് എൻ്റെ അമ്മ നേർച്ച തരുന്നത്. കാരണം എൻ്റെ മൂത്ത 2 പേരും പെണ്ണുങ്ങളായിരുന്നു. അപ്പോൾ മൂന്നാമത് ആണ് ജനിക്കാൻ വേണ്ടിയാണ് അമ്മയ്ക്ക് അറിയത്തില്ല അന്നത്തെ കാലം. എന്നിട്ട് പോലും അമ്മ ആ വല്ലാർപാടം എന്നേ അമ്മ കേട്ടിട്ടുള്ളൂ. വല്ലാർപാടത്ത് അമ്മയുടെ അടുത്ത് നേർച്ച നടന്നാണ് ഞാനുണ്ടായത്. ഞാൻ ശേഷം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തനിച്ച് അവിടെ പോവുകയും അവിടെ നേർച്ച കൊടുക്കുകയും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് വല്ലാർപാടത്തു നിന്നാണ് എനിക്ക് ഈ മാതാവിനുള്ള ഭക്തി ആരംഭിക്കുന്നത്. ശരിക്കും ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ ഞങ്ങളുടെ അക്കരമ്മയുടെ ആ പള്ളിയിലാണ് പോകാറുള്ളത്, അക്കരപ്പള്ളിയിലാണ് പോകുന്നത്. പക്ഷേ വല്ലാർപാടത്തു നിന്നാണ് എനിക്ക് ഇത്രയധികം ഭക്തി കിട്ടിയത്. കാരണം എൻ്റെ അമ്മയ്ക്ക് ഒന്നുമല്ലാത്തൊരു കാലത്തിൽ എൻ്റെ അമ്മ നേർച്ച നടന്ന് ഞാൻ ജനിച്ചത് വല്ലാർപാടത്തു നിന്നാണ്. അപ്പം ഞാൻ അതിന് ശേഷം മിക്കവാറും കൊന്ത എന്ന് പറഞ്ഞ കൊന്ത ചോദിക്കുമായിരുന്നു. അന്ന് കംപ്ലീറ്റ് മണികളും കൊന്ത ചൊല്ലാൻ അറിയില്ല, പക്ഷേ ബുക്ക് വേണമായിരുന്നു. ഇപ്പോൾ എനിക്കെല്ലാം കാണാൻ അറിയാം, കാരണം നിരന്തരം കൊന്ത ചൊല്ലിയുകൊണ്ട് എനിക്കെല്ലാം കാണാൻ അറിയാം. പിന്നെ എന്നെ തകർന്നു പോയ ഒത്തിരി അവസരങ്ങളിൽ എന്നെ സഹായിച്ചത് ഈ കൊന്തയാണ്. പലപ്പോഴും ഞാൻ എൻ്റെ കൂടെയുള്ളവർ പറയും, ഞാൻ വിളിച്ചാൽ വിളി കേൾക്കും, എൻ്റെ അമ്മ ഞാൻ വിളിച്ചാൽ വിളി കേൾക്കും, എൻ്റെ അടുത്ത് ഓടി വരും എന്ന് ഞാൻ പറയാറുണ്ട്. എന്നാൽ അത്ര തകർന്നു പോയ അവസരങ്ങളിലും കൊന്ത ഒരിക്കലും ഞാൻ കയ്യിൽ നിന്ന് വിട്ടിട്ടില്ല. എൻ്റെ അമ്മ എനിക്ക് പകർന്നു തന്നതാണ് ഈ കൊന്ത. എൻ്റെ അപ്പനത് വഴികാട്ടിയായി നിന്നിരുന്നു, എൻ്റെ അമ്മ എനിക്ക് പകർന്നു തന്നു. ഞാൻ എന്നിലൂടെ എൻ്റെ മക്കളെ, കൊച്ചി ത്രേസ്യ പുണ്യവതിയുടെ കുടുംബം, അതാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വഴികാട്ടിയായി തീർന്നത്. മൂത്തത് മോളായിരുന്നു. 5 വർഷം കഴിഞ്ഞാണ് മോൻ ജനിക്കുന്നത്. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ ഞങ്ങളിങ്ങനെ നേർച്ച ചേർന്നു, മോനുണ്ടാകുകയാണെങ്കിൽ മോനെ കൊണ്ട് അത് ആൺകുട്ടിയാണെങ്കിൽ ഞങ്ങൾ വേളാങ്കണ്ണി വരുമെന്നും മോനെ കൊണ്ട് അവിടുത്തെ നേർച്ച ആഴ്ചയെല്ലാം ചെയ്തുകൊള്ളാമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വേളാങ്കണ്ണി മാതാവിൻ്റെ നേർച്ചയിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ സമ്മാനമാണ് മോൻ. അപ്പോൾ അതും ഞങ്ങളെ പ്രാർത്ഥനയുടെ ഒരു ജപമാലയിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ സമ്മാനമാണ്, ഒരു നിധിയാണ്. അത് എത്ര പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല. ഞങ്ങളവിടെ തുടർന്ന് ഞങ്ങൾ ഏതാണ്ട് ഒരു സുനാമി ഉണ്ടാകുന്ന ആ വർഷം വരെ പോയിരുന്നു. സുനാമി ഉണ്ടായ വർഷം പോകാൻ വേണ്ടി റെഡിയായിരുന്നാണ്. ആ സമയത്ത് എനിക്ക് കിട്ടിയ പി എഫിൻ്റെ പൈസ അനുവദിച്ച് കിട്ടിയില്ല. പക്ഷേ അതിന് 2 ദിവസം കഴിയുമ്പോൾ പൈസയായി. യഥാർത്ഥത്തിൽ അമ്മ രക്ഷിച്ചു എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം സുനാമി ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ തീർച്ചയായിട്ടും അവിടെ പോയിരുന്നെങ്കിൽ ഞങ്ങൾ കഴുത്തേരുതായിരിക്കും, ഇന്ന് പറയാൻ ഞങ്ങളതിനുണ്ടാവില്ല. അപ്പോൾ അമ്മയുടെ ഒരു സംരക്ഷണം ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ടാണ് ആ പൈസ ഞങ്ങൾക്ക് 2 ദിവസം മുമ്പ് കിട്ടിയെന്ന് ഉറപ്പായിട്ട് പോയിരുന്നു. 2 ദിവസം മുമ്പ് കിട്ടിയില്ല, 2 ദിവസം കഴിയുമ്പം പൈസ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതും ഈ പ്രാർത്ഥനയിലൂടെ അമ്മ ഞങ്ങളെ സഹായിച്ചാണ്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മാതാവ് ചെയ്ത ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞാൽ തീരാത്ത അത്രയധികം അനുഗ്രഹം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇപ്പം ഞങ്ങളെല്ലാവരും ഈ ഒരു സന്തോഷം അനുഭവിക്കുന്നത്. ഞാൻ 10ാം ക്ലാസ്സിൽ വെച്ചാണ് എൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞത്. എൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ ഞാൻ മാതാപിതാക്കളെ കണ്ടു പറഞ്ഞു, എനിക്ക് ഒരു വൈദികനാകണമെന്ന്. പപ്പായും മമ്മിയും പറഞ്ഞു, തിടുക്കത്തിൽ അങ്ങനെ തീരുമാനമൊന്നും എടുക്കണ്ട, നല്ലതധികം പ്രാർത്ഥിച്ച് ജപമാലയൊക്കെ ചൊല്ലി ധ്യാനത്തിലൊക്കെ പങ്കെടുത്ത് തീരുമാനം എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അപ്രകാരം തന്നെ ചെയ്തു. ധ്യാനമെല്ലാം കഴിഞ്ഞു, ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിച്ച് പൗരോഹിത്യ വഴിയാണ് എൻ്റെ ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ പപ്പായും മമ്മിയും കണ്ടു. പപ്പായും മമ്മിയോട് പറഞ്ഞു, എനിക്കൊരു പുരോഹിതനാകണമെന്ന്. പപ്പായും മമ്മിയും ഒരു വിസമ്മതമൊന്നും പറഞ്ഞില്ല, ഒരു പരിപൂർണ്ണ സമ്മതമാണ് മൂളിയത്. പക്ഷേ പപ്പായുടെ ബന്ധുമിത്രാദികളെല്ലാം പറഞ്ഞു, ഒറ്റ മകനല്ലേ, അവനെ സെമിനാരിൽ വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ തലമുറ പോലും ഇല്ലാതാകത്തില്ലേ, നിങ്ങളുടെ വാർദ്ധക്യത്തിൽ ആര് നിങ്ങളെ നോക്കുമെന്നൊക്കെ ചോദ്യം. ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവരൊന്നും വിസമ്മതമൊന്നും മൂളിയില്ല. അവർ പറഞ്ഞു, ദൈവം നോക്കിക്കോളും, അവനെ ദൈവമാണ് ഞങ്ങൾക്ക് വളർത്താൻ തന്നത്, ദൈവം വിളിച്ചപ്പോൾ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് അവനെ എന്ന്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ മൈനർ സെമിനാരിയിൽ ചേരുവാൻ വേണ്ടി തീരുമാനമെടുത്ത് ഭദ്രാവതി മൈനർ സെമിനാരിയിൽ ചേർന്നു. തുടർന്ന് എൻ്റെ ഫിലോസഫി പഠനം ജീവാലയ ബാംഗ്ലൂരിൽ പൂർത്തിയാക്കി. ആദിലാബാദ് രൂപതയുടെ കീഴിൽ ദൈവശാസ്ത്രം പഠനം നടത്തി. പിന്നെ എൻ്റെ സന്യാസ പൗരോഹിത്യത്തിലേക്കുള്ള വിളി തിരിച്ചറിഞ്ഞുകൊണ്ട് മിഷണറീസ് ഓഫ് പീസ് സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപകനായ ഫാദർ സണ്ണി ജോർജിനെ കാണുവാനും അദ്ദേഹത്തിൻ്റെ സ്പിരിച്വാലിറ്റിയിൽ എനിക്ക് വളരെയധികം താല്പര്യം തോന്നുകയും എൻ്റെ ജീവിതവുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു തരം ആധ്യാത്മികതയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് ഞാൻ കാൽവെച്ചു. പിന്നീടുള്ള തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെയും അതോടൊപ്പം തന്നെ വീണ്ടും വിചാരങ്ങളുടെയും ഒരു ദിവസങ്ങളായിരുന്നു. ഇതിനിടയിലാണ് അമ്മയുടെ അസുഖങ്ങൾ, അതിനെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ തളർന്നു, എനിക്ക് വിഷമമുണ്ടായി. ഞാൻ പപ്പായോട് പറഞ്ഞു, പപ്പായെ ഞാൻ തിരികെ വരാം, ഞാൻ വന്നാലല്ലേ നിങ്ങൾക്ക് വീട്ടിൽ സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്,
ഞാൻ വന്ന് എങ്ങനെ ജോലി ചെയ്താണല്ലോ അതൊക്കെ വീട്ടിൽ കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷെ പപ്പ പറഞ്ഞു, അങ്ങനെയല്ല മകനെ, മോൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി. മോൻ പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് കേൾക്കും, മാതാവ് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി നടത്തി തോന്നുന്നോളും. മാതാവ് ഈശോയോട് പറഞ്ഞ് നമ്മുടെ കുറവുകളെ കനിവിൻ്റെ നിറവാക്കി മാറ്റുമെന്ന് പപ്പ പറഞ്ഞിരുന്നു. ആ ഒരു ബലത്തിൽ ഞാൻ കൂടെ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയും മുട്ടിമേരുന്ന് ജപമാല അർപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് അടുത്തു വരുന്ന ദിവസങ്ങളിൽ പൗരോഹിത്യത്തിലേക്ക് അടുക്കുമ്പോൾ അതിൻ്റെ സാമ്പത്തികമായ ഇടപെടലുകൾ അന്ന് ഒത്തിരി ചിലവാകുമെന്ന് അറിഞ്ഞപ്പോൾ പപ്പായും അമ്മയും ഞാനിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു, മോൻ്റെ പൗരോഹിത്യം നടത്തുവാൻ വേണ്ടിയുള്ള പൈസ നമ്മുടെ കയ്യിൽ അത്രയും ഇല്ലല്ലോ, എൻ്റെ ഈ അസുഖമല്ലേ ഇതിനെല്ലാം കാരണമായത് എന്ന് അമ്മ പറഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അപ്പോഴും കയ്യിൽ ജപമാല ഉണ്ടായിരുന്നു. അമ്മയുടെ ആ കയ്യിലെ ജപമാല കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മ ഈ ചൊല്ലുന്ന ഈ ജപമാലകളാണ് ഏറ്റവും വലിയ സമ്പത്ത്. അമ്മ ചൊല്ലുന്ന ഈ ജപമാലകൾ വഴി ദൈവം നമ്മെ സഹായിക്കും. പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞ് അമ്മ കാനായിലെ വിവാഹ വിരുന്നിൽ അവരുടെ കുറവ് കനിവിൻ്റെ നിറവാക്കാൻ വേണ്ടി അമ്മ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ കുറവ് എന്താണെന്ന് കണ്ടറിയാൻ അമ്മയെ വിളിക്കുമ്പോൾ അമ്മ വരും, അമ്മ തീർച്ചയായിട്ടും കേൾക്കും. അപ്പം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥ യാചിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് അടുക്കുന്ന ആ സമയങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായത്താൽ എൻ്റെ അമ്മയുടെയും പപ്പായുടെയൊക്കെ ജപമാല ഭക്തി കൊണ്ട് പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ടാണ് എൻ്റെ പൗരോഹിത്യ സ്വീകരണം നന്നായിട്ട് നടന്നത്. എനിക്ക് കുഞ്ഞിലേ ഇഷ്ടമാണ് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നതും. ഞാൻ എന്നാ മാതാവിനോട് ചോദിച്ചാലും തരുകയും ചെയ്യുമായിരുന്നു. ഭയങ്കര അത്ഭുതമാണ് കൊന്ത പ്രാർത്ഥിച്ച. കൊന്ത എൻ്റെ കയ്യിലില്ലെങ്കിൽ മാതാവ് എവിടുന്നേലും എടുത്ത് എൻ്റെ കയ്യിൽ തരും കൊന്ത. അങ്ങനെ പ്രാർത്ഥിക്കും. അന്നേരം അച്ഛൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇവിടെ ഇരുന്ന് ആനയൊക്കെ ഉള്ളിടത്താണ് ഡ്യൂട്ടിക്ക് പോകുന്നത്. അപ്പോൾ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കും മാതാവിനോട്, ദൈവമേ മാതാവെ കാത്തുകൊള്ളണേ, അപ്പുറവും ഇപ്പുറവും വരുന്ന ആനയുടെ കയ്യിൽ നിന്നും രക്ഷിക്കണേ എന്ന് പറയും. അപ്പോൾ പിള്ളേരെയും പറഞ്ഞ് പഠിപ്പിക്കും, മക്കളെ അച്ഛൻ ഡ്യൂട്ടിക്ക് പോയേക്കുവാണ്, കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് പോകുമ്പോൾ വചനം എഴുതി വെച്ചിട്ട് പരീക്ഷയ്ക്ക് എഴുതണം. നല്ലവന് മാതാവ് ഒരു ട്യൂഷനും വിടാതെ മാതാവ് ട്യൂഷനെടുത്ത് രണ്ടുപേരെയും പഠിപ്പിച്ച് ഇത്രയൊക്കെ മാതാവ് നടത്തി തന്നു. മോന് വേണ്ടി തന്നെ ഞാനും അച്ഛൻ കൊന്ത ചൊല്ലി കൈ വിരിച്ച് നിന്ന് ചെല്ലും. ഞാൻ രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് ഇരുന്ന് കൊന്ത ചെല്ലും. അച്ഛൻ കൂടും പ്രാർത്ഥിക്കാനും. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ച് തടസ്സങ്ങളൊക്കെ മാറ്റി തന്നു. പൈസയൊക്കെ ഞങ്ങൾക്ക് കിട്ടി. മാതാവും ഈശോയും കൂടെ അതെല്ലാം നല്ല രീതി നടത്തി തന്നു. കൊന്തയുടെ ഒറ്റ ബലമാണ് അതെല്ലാം നടത്തി തന്നത്. മോനെ ഇപ്പം ഇവിടെ ഇരുത്തിയേക്കുന്നതും അച്ഛനാക്കിയേക്കുന്നതും മാതാവും ഈശോയും കൂടിയാണ്. മോൻ്റെ പട്ടം അടുത്ത് വന്ന സമയത്ത് ഞങ്ങൾ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഭാര്യയുടെ ചികിത്സയ്ക്ക് വളരെയധികം പൈസ ചിലവാകുന്നു. എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. എന്നോട് ഭാര്യ പറഞ്ഞൊരു കാര്യമുണ്ട്, ജെസ്സി പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മോന് ഞാൻ ഒന്നും സമ്പാദിച്ച് വെച്ചിട്ടില്ല, എനിക്ക് കൊടുക്കാൻ ഒന്നുമില്ല എന്ന് പറയും. ഞാൻ പറയും ജപമാല ചൊല്ല്. മോനെ ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, മോനെ നിനക്ക് തരാൻ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയും. അപ്പം മോൻ പറഞ്ഞു, അമ്മയുടെ ജപമാല മാത്രം മതി എനിക്ക്. അങ്ങനെ നിരന്തരം ജപമാല രാത്രിയും 24 മണിക്കൂർ എന്ന രീതിയിൽ ജപമാല ചൊല്ലിയതിൻ്റെ അനന്തരഫലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പല ആൾക്കാരുടെ നിന്ന് ഞങ്ങൾക്ക് പൈസ തരികയും പല ആൾക്കാർ സഹായഹസ്തം നീട്ടുകയും ചെയ്തു. ഇത് ഞങ്ങളെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കിട്ടിയ ഒരു അനുഗ്രഹമാണ്. ആ തലേദിവസം വരെ വീടിന് ജപ്തി നോട്ടീസ് വന്നു. ആ ജപ്തി നോട്ടീസുകാരൻ പിന്നെ വിളിച്ചിട്ട് പോലില്ല. അന്നേരവും ഈ കൊന്ത പിടിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ജെസ്സി പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, മാതാവ് നമുക്കെല്ലാം തരും എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങളുടെ ആ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് പട്ടം നടന്നത്. ഞങ്ങൾ കൈകൾ വിരിച്ച് മുട്ട് കുത്തി നിന്ന് അത്ര അധികം ആഴത്തിൽ കർത്താവിനെ വിളിച്ച് കൊന്ത ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ പരിണത ഫലം, ഞങ്ങൾ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് മാത്രമാണ് പട്ടം ഇങ്ങനെ നടന്നു കിട്ടിയത്.
പപ്പായുടെ മമ്മയുടെ വിശ്വാസ ജീവിതം വളരെ മാതൃകാപരമാണ്. അവരെ വിശ്വാസത്തിൽ ഞങ്ങളെ വളർത്തുവാൻ വളരെയധികം പരിശ്രമിച്ചു. ജപമാല ഭക്തിയോടൊപ്പം പരിശുദ്ധ അമ്മയോട് ചേരുന്നതോടൊപ്പം ഈ പരിശുദ്ധ അമ്മയിലേക്ക് നമ്മെ അടുപ്പിക്കാൻ ധാരാളം വിശുദ്ധർക്ക് സാധ്യമാകുമെന്ന് പപ്പായ്ക്കും അമ്മയ്ക്കും മനസ്സിലായി. അവർ അപ്രകാരം എല്ലാ ആഴ്ചകളിലും ഓരോ വിശുദ്ധൻ്റെ അല്ലെങ്കിൽ ഒരു വിശുദ്ധയുടെ ജീവചരിത്രം മേടിച്ചു തരുമായിരുന്നു. ആ വിശുദ്ധൻ്റെ ജീവചരിത്രം വായിക്കുക, ആ വായിച്ച് അതിൻ്റെ സാരാംശം പപ്പായും അമ്മയും പറഞ്ഞു കേൾപ്പിക്കുക. അതിലുപരി ആ വിശുദ്ധൻ്റെ ആ ജീവിതത്തിൽ ആ വിശുദ്ധനല്ല വിശുദ്ധ ചെയ്ത ഏതൊരു പുണ്യം ആ ആഴ്ച അഭ്യസിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുക പപ്പായുടെ മമ്മിയുടെ ഒരു പ്രധാന ദൗത്യമായിരുന്നു. ആ വിശുദ്ധൻ്റെ ജീവചരിത്രത്തിൻ്റെ സാരാംശം പറഞ്ഞു കേൾപ്പിച്ചില്ലെങ്കിൽ ആ ആഴ്ച ഞങ്ങൾക്ക് ഭക്ഷണം പോലും തരത്തില്ലായിരുന്നു. അത്രയ്ക്ക് വാശിയായിരുന്നു. വിശ്വാസ ജീവിതത്തിൽ അടിയുറച്ച് വളരാൻ പപ്പായും അമ്മയും ഞങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഞങ്ങൾ അതിൻ്റെ സാരാംശങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുകയും അതിൽ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പുണ്യപ്രവൃത്തി, ഇപ്പം ജപമാല ചൊല്ലുന്നതാകാം, ആ പുണ്യാളൻ ഒരാഴ്ച 2-3 ജപമാല എക്സ്ട്രാ ചൊല്ലുന്നതായിരിക്കാം. അത് ഞങ്ങളെ കൊണ്ട് ആവുകയാണെങ്കിൽ ആ ആഴ്ച ഞങ്ങൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ മേടിച്ച് ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ പപ്പായും മമ്മിയും ശ്രമിക്കുമായിരുന്നു. അവരുടെ ഈ വിശ്വാസ തീഷ്ണതയാണ് ഞങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് എന്നെ പൗരോഹിത്യത്തിലേക്ക് അടുപ്പിച്ചത്. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതോടൊപ്പം തന്നെ സകല വിശുദ്ധരോടുമുള്ള ഒരടുപ്പം പപ്പായ്ക്കും അമ്മയ്ക്കും ഉണ്ടായിരുന്നു. തത്ഫലമായിട്ട് വിവിധ ഇടങ്ങളിൽ നിന്ന് പപ്പായുടെ അങ്കിളുമാർ വഴിയായിട്ടും പലയിടങ്ങളിൽ നിന്നും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും ഈശോയെ തറച്ചു കൊന്ന കുരിശിൻ്റെ അംശവും ഈശോയുടെ ശിരസിന്മേൽ തറച്ച മുൾ കിരീടത്തിൻ്റെ ഒരു അംശവും അപ്പസ്വലന്മാരുടെയും ഇങ്ങനെ 1000-ൽ പരം വിശുദ്ധരുടെയോരം തിരുശേഷിപ്പുകളുടെ ഒരു വർണ്ണശബളിതമായ കളക്ഷൻ പപ്പായ്ക്കുണ്ട്. ഇതെല്ലാം ഞങ്ങളെ കൂടുതലും വിശുദ്ധരിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് അടുപ്പിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചു. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഈ വിശുദ്ധരോടൊപ്പം തന്നെ അവരെ പ്രചരിപ്പിക്കുന്നതോടൊപ്പം തന്നെ പപ്പായും മമ്മിയും, പ്രത്യേകിച്ച് പപ്പ ദിവസം രാത്രിയോളം ഉറക്കമുളച്ചിരുന്ന് ജപമാല കോർക്കുകയും പ്രാർത്ഥനയിലൂടെ ജപമാല കോർത്ത് അത് കാണുന്നവർക്കെല്ലാം സൗജന്യമായി നൽകുകയും ചെയ്യുന്നത് പപ്പയുടെ ഒരു പ്രത്യേക ഒരു പ്രവർത്തന മേഖലയാണ്. പ്രത്യേകിച്ച് പപ്പ പോലീസായിരുന്ന സമയത്തും സർവീസിലുണ്ടായിരുന്ന സമയത്തും ജപമാലകൾ തനിയെ കൈകൾ കൊണ്ട് കോർക്കുകയും ജപമാല ചൊല്ലിക്കൊണ്ടാണ് കോർക്കുന്നത്. അത് കോർത്തുകൊണ്ട് അത് മറ്റുള്ളവർക്ക് സൗജന്യമായി വിതരണം ചെയ്യുന്ന ഒരു സ്വഭാവം പപ്പായിൽ നിന്ന് ഞാൻ കണ്ടുപിടിക്കാൻ ഇടയായിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ ആ ജപമാല പ്രാർത്ഥന, ആ ജപമാല ചൊല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവം അത് നമുക്ക് വർണ്ണിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി, ആ അർത്ഥം മനസ്സിലാക്കി ചൊല്ലാൻ എൻ്റെ പപ്പായും അമ്മേനെ പഠിപ്പിച്ചത്. ഗബ്രിയേൽ ദൂതൻ അതിൻ്റെ അർത്ഥത്തിലാണ് കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറയുന്നത്. അപ്പോൾ നിർത്തി പരിശുദ്ധ അമ്മയെ ഗബ്രിയേൽ ദൂതൻ എപ്രകാരം അഭിസംബോധന ചെയ്തോ അപ്പോഴമ്മയ്ക്ക് ഇമ്പമുള്ള രീതിയിലാണ്, അമ്മയുടെ കാതുകൾക്ക് ഇമ്പമുള്ള രീതിയിലാണ് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത്. അത് എപ്രകാരം അമ്മയ്ക്ക് ഇമ്പമുള്ളതായോ അതുപോലെ ഇമ്പമുള്ളതാകണം നമ്മൾ ചൊല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപമെന്ന് അമ്മ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ നിർത്തിയാണ് ജപമാല ചൊല്ലിയിരുന്നത്. അങ്ങനെ നിർത്തി ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയ്ക്ക് സന്തോഷമാകുമ്പോൾ അമ്മ തീർച്ചയായിട്ടും ഇടപെടും. നമ്മുടെ എല്ലാവരുടെയും ബലഹീനതകളും കുറവുകളിലും, ഞാനൊക്കെ എന്ന് പറയുമ്പോൾ വെറും ബലഹീനനായ ഒരു പുഴുവാണ്. ആ പുഴുവിനെ ഇപ്പൊ ഒരു അൾത്താരയിൽ ക്രിസ്തുവിന്റെ മാതാവിന്റെ മകന്റെ പുരോഹിതനായിട്ട് മാറ്റാൻ അമ്മയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ അമ്മയുടെ ജപമാലയ്ക്ക് ഈ ലോകത്തിനെ മുഴുവൻ പിടിച്ചു കുലുക്കാന്ന് മാനസാന്തരപ്പെടുത്താനുള്ള ഒരു പ്രത്യേകമായ ഒരു കൃപ തന്നെ ജപമാല ചൊല്ലുമ്പോൾ നമുക്ക് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.